നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ പ്രമുഖ ശക്തികളായ റഷ്യയും ചൈനയും ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഗുരുതരമായ ആണവ ഭീഷണി നിലനിൽക്കുന്നതായി US രഹസ്യാന്വേഷണ വിഭാഗം 2026 ആനുവൽ ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഭീഷണി ഉയർത്തുന്നത്. അമേരിക്കയെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ എണ്ണം 2025 3000 ആയിരുന്നത് 2035 16,000 ഉയരുമെന്ന് ഈ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. ആധുനികമായ ആണവ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങൾ ഈ രാജ്യങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളാണ് റഷ്യയും ചൈനയും പരീക്ഷിക്കുന്നത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആണവ വസ്തുക്കൾ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിക്കാൻ ശേഷിയുള്ള നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ്. അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ നീക്കങ്ങൾ എന്നതും അതീവ ഗൗരവകരമാണ്. റഷ്യയും ചൈനയും തങ്ങളുടെ ആയുധശേഖരം നവീകരിക്കുന്നതിലൂടെ ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇതിനകം US മണ്ണിൽ എത്താൻ കഴിയും. അവർ അവരുടെ ആണവ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയാണ്. ഉത്തര കൊറിയ റഷ്യയുമായും ചൈനയുമായും ബന്ധം വർദ്ധിപ്പിക്കുകയാണെന്നും അത് ആഗോള സുരക്ഷയ്ക്ക് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ സൂചിപ്പിച്ചു. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനം US-നെ ആക്രമിക്കാൻ കഴിവുള്ള ICBM-കൾ കൂടി ഉൾക്കൊള്ളുന്നുവെന്നും തുൾസി ഗബാർഡ് മുന്നറിയിപ്പ് നൽകി. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ US-ന് വലിയ ഭീഷണിയാണെന്നും അവർ പറഞ്ഞു. ഇറാൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് വിരുദ്ധമായ അഭിപ്രായമാണ് ഗബാർഡ് പങ്കുവച്ചത്. 2025 ജൂണിൽ US ഇസ്രായേലി ആക്രമണത്തിന് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണികൾ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് അടുത്തെത്തിയെന്നാണ് ട്രംപ് വാദിച്ചിരുന്നത്. 3 ആഴ്ച മുമ്പ് ഇറാനിൽ ആദ്യ ഇസ്രായേൽ മിസൈൽ പതിച്ചപ്പോൾ ലോകം ഭയപ്പെട്ട ആ കടുത്ത യാഥാർത്ഥ്യം ഇപ്പോൾ സംഭവിക്കുകയാണ്. അമേരിക്ക, ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പൂർണ്ണമായ ഒരു ഇന്ധന യുദ്ധമായി മാറിയിരിക്കുന്നു. ബുധനാഴ്ചയും ഇരുവിഭാഗവും പരസ്പരം ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചതോടെ ലോകം വലിയൊരു സാമ്പത്തിക ആഘാതത്തിന്റെ നിഴലിലാണ്. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും മാർച്ച് 17 വരെ അമേരിക്കയും ഇസ്രായേലും വിട്ടുനിന്നിരുന്നു. എന്നാൽ ഖത്തറുമായി ഇറാൻ പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാതക പാടമായ സൗത്ത് പാസിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണം യുദ്ധത്തിന്റെ ഗതി മാറ്റി. ലോകത്തിലെ മൊത്തം LNG വിതരണത്തിന്റെ നട്ടെല്ലാണ് ഈ വാതകപ്പാടം. ഇറാന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 80% ഈ കേന്ദ്രത്തെ ആശ്രയിച്ചാണ്. ലോകത്തിന്റെ 13 വർഷത്തെ ആവശ്യത്തിനുള്ള വാതകം ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ നീക്കത്തിന് മറുപടിയായി ഖത്തറിലെ റാസ് ലഫാൻ LNG പ്ലാന്റിന് നേരെ ഇറാൻ മിസൈലുകൾ വർഷിച്ചു. അമേരിക്കൻ സഖ്യകക്ഷിയായ ഖത്തറിലെ ഉൽപാദനം തടസ്സപ്പെട്ടതും ആഗോള വിപണിയെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ UAE-യിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിനും ബാബ് ഫീൽഡിന് നേരെയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. UAE-യുടെ ഷാ വാതകപ്പാടത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം വളം നിർമ്മാണത്തിന് ആവശ്യമായ സൾഫർ വിതരണത്തെയും ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ LNG ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയെ ഈ സാഹചര്യം സാരമായി ബാധിക്കും. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 80-85% ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത്. വീടുകളിലേക്കുള്ള PNG വാഹനങ്ങൾക്കുള്ള CNG വളം നിർമ്മാണ പ്ലാന്റുകൾ എന്നിവയുടെ പ്രവർത്തനത്തെയും ഇത് നേരിട്ട് ബാധിക്കും. വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സം രാജ്യത്ത് വലിയ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. ആക്രമണത്തെ തുടർന്ന് ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കുതിച്ചുയർന്നു. വാതക വിലയിലും 6% വർധനവുണ്ടായി. തകർന്ന ഊർജ്ജ പ്ലാന്റുകൾ പുനഃസ്ഥാപിക്കാൻ വർഷങ്ങൾ എടുത്തേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതിന് പിന്നാലെ ഉൽപാദന കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുന്നത് വരും വർഷങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കും. ഊർജ്ജ മേഖല ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധം കേവലം ഇസ്രായേൽ അമേരിക്ക സഖ്യം ഇറാനെ ആക്രമിക്കുന്നു, അത് ആ 3 രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവമായി ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഇനി ഇത് തുടർന്നു പോവുകയാണെങ്കിൽ തന്നെ അത് ആഗോള വ്യാപാര മേഖലയെയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ബാധിച്ചു തുടങ്ങും എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് നിലവിലുള്ളത്.